ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ കൊടിസുനിയുടെയും സംഘത്തിന്റെയും പരസ്യ മദ്യപാനം കേരളമാകെ കണ്ടതാണ്. വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിട്ടും ആദ്യഘട്ടത്തിൽ കൊടിസുനിക്കും സംഘത്തിനുമെതിരെ ചെറുവിരൽ അനക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തയ്യാറായിരുന്നില്ല. പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിഷേധം ശക്തമായതോടുകൂടി ഗത്യന്തരമില്ലാതെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കൊടിസുനിക്കും സംഘത്തിനുമെതിരെ കേസെടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നീ 3 പ്രതികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. തലശ്ശേരിയിൽ ഒരു ബാർ ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു ഇവരുടെ പരസ്യ മദ്യപാനത്തിന് അകമ്പടിയായി പോലീസും ഉണ്ടായിരുന്നു. പോലീസുകാരുടെ മുന്നിൽ വെച്ച് യാതൊരു കൂസലുമില്ലാതെ കാറിൽ നിന്ന് മദ്യം ഗ്ലാസിൽ ഒഴിച്ചു കുടിക്കുന്ന മൂവർ സംഘത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം നേരത്തെ സർക്കാർ നടത്തിയിരുന്നു. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ വൈശാഖ്, വിനീഷ്, ജിഷ്ണു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ടുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്നുയർന്നു. ടി.പി. ചന്ദ്രശേഖരന്റെ വിധവ കെ രമ എം.എൽ.എയും RMP നേതൃത്വവും കോൺഗ്രസും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തലശ്ശേരിയിലെ KSU പ്രവർത്തകരും പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ആദ്യഘട്ടങ്ങളിൽ ഇവരുടെ പരാതി മുഖവിലക്കെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ടി.പി. കേസ് പ്രതികൾക്ക് യാതൊരു ദയയും തടവറയിൽ നൽകേണ്ട എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരണത്തിന്റെ പിന്തുണയിൽ എന്ത് തെമ്മാടിത്തരവും ചെയ്യാമെന്ന ചിന്തയിലായിരുന്നു കൊടിസുനി ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ. ടി.പി. കേസ് പ്രതികൾക്ക് ഇത്തരത്തിൽ സർക്കാരിന്റെ വഴിവിട്ട സഹായം ലഭിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ജയിലറകൾ ഇവർക്ക് മണിയറകളാക്കി മാറ്റി നൽകാൻ ഇടത് സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ജയിലറ ഇവർക്ക് സുഖവാസ കേന്ദ്രമായിരുന്നു. ആവശ്യപ്പെടുന്ന സമയത്തെല്ലാം ഇവർക്ക് പരോൾ നൽകാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പരോൾ ലഭിച്ചതിനു ശേഷം നാട്ടിലിറങ്ങുന്ന കുപ്രസിദ്ധ കുറ്റവാളികൾ നാട്ടിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഭരണത്തിന്റെ തണലും CPM എന്ന സംഘടനയുടെ ചേർത്തുപിടിക്കലും ചേരുമ്പോൾ ഇവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ ഒരു പോലീസും തയ്യാറായിരുന്നില്ല. പരോൾ ലഭിച്ചതിനു ശേഷം നാട്ടിലിറങ്ങുന്ന കുപ്രസിദ്ധ കുറ്റവാളികൾ നാട്ടിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഭരണത്തിന്റെ തണലും CPM എന്ന സംഘടനയുടെ ചേർത്തുപിടിക്കലും ചേരുമ്പോൾ ഇവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ധൈര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, ജയിലറകൾ ഭരിച്ചിരുന്നത് ഈ ക്രിമിനൽ സംഘമാണ്. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ടി.പി. കേസ് പ്രതികളുടെ പേരുകൾ നിരവധി തവണ പുറത്തു വന്നതാണ്. എന്നാൽ ഈ കേസുകളിൽ പിന്നീട് കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം നടന്നില്ല എന്നതാണ് വസ്തുത. മറ്റൊരു കാര്യമുള്ളത്, കൊടിസുനിയും കിർമാണി മനോജും ഷാഫിയും അടക്കമുള്ള ക്രിമിനലുകൾക്കെതിരെ സർക്കാർ ഏതെങ്കിലും തരത്തിൽ വിരലനക്കിയാൽ ടി.പി. വധം ഉൾപ്പെടെ ഈ കുപ്രസിദ്ധ ഗുണ്ടകൾ നടത്തിയ കൊലപാതകങ്ങളിൽ ആരാണ് തങ്ങൾക്ക് കൊട്ടേഷൻ നൽകിയത് എന്നവർ തുറന്നു പറഞ്ഞാൽ അത് CPM നേതൃത്വത്തെ വല്ലാതെ അലോസരപ്പെടുത്തും എന്ന് മാത്രമല്ല, പല CPM നേതാക്കന്മാരും ചിലപ്പോൾ ജയിലിലേക്ക് പോകേണ്ടിയും വരുമെന്ന ഉത്തമ ബോധ്യം പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPM ഇവരെ ചേർത്ത് പിടിക്കുന്നതും ഭരണത്തിന്റെ തണലിൽ ഇവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നതും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉള്ള പ്രതികളെ കഴിഞ്ഞ 17-നാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നത്. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന സമയത്താണ് തലശ്ശേരിയിലെ ഒരു ബാറിന് പുറത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് കൊടും ക്രിമിനലുകൾ മദ്യപിച്ച് രസിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ വെച്ച് മദ്യം കഴിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ അവസരം ഒരുക്കുകയായിരുന്നു. അകമ്പടി പോയ എയർ ക്യാമ്പിലെ ജൂനിയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് മദ്യം കഴിക്കാൻ അവസരം ഒരുക്കണമെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ഉത്തരവ് പ്രകാരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അകമ്പടി പോയ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ മേലുദ്യോഗസ്ഥർ തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അക്ഷരം പ്രതി നിറവേറ്റിയത്
എന്നാൽ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് ഇത് വലിയ വാർത്തയായതോടെ പാവം 3 പോലീസുകാരുടെ ജോലി സസ്പെൻഷനിലാവുകയും ചെയ്തു. നേരത്തെ കൊടിസുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചതിന്റെ അടക്കം വാർത്തകൾ പുറത്തു വന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പും തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും പൊതുമധ്യത്തിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും കോടതിയിലെത്തിയാൽ സംസ്ഥാന സർക്കാരിനെ വിഷയം പ്രതിക്കൂട്ടിലാക്കുമെന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടിസുനിക്കും മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനുമെതിരെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായത്. CPM കേരളം ഭരിക്കുന്നിടത്തോളം കാലം TP കേസ് പ്രതികൾക്ക് ജയിലിൽ സുഖകരമായ താമസമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് CPM ക്രിമിനലുകൾ നേരിട്ട് നിയന്ത്രിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്ത് തോന്നിയവാസവും CPM പ്രവർത്തകർക്ക് നിർബാധം നടത്താനുള്ള സൗകര്യങ്ങൾ പാർട്ടി തന്നെ ഒരുക്കി നൽകാറുണ്ട്. ജയിൽ ഉപദേശക സമിതി ചെയർമാൻ P ജയരാജൻ ആയതുകൊണ്ട് CPM ക്രിമിനലുകൾക്ക് ജയിലിൽ തങ്ങൾ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് യാതൊരുവിധ ആശങ്കയുമില്ല. എന്തായാലും കൊടിസുനിക്കും മറ്റ് 2 ക്രിമിനലുകൾക്കുമെതിരെ കേസെടുക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം ജനരോഷം ഭയന്നുള്ളതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഇതുകൊണ്ടൊന്നും ഈ ക്രിമിനലുകൾക്ക് മാനസാന്തരം ഉണ്ടാകുമെന്നൊന്നും കരുതേണ്ടതില്ല. പക്ഷേ നിയമത്തിന്റെ ശക്തിയും പൊതുജന രോഷവും എന്താണെന്ന് CPM-നും ഈ ക്രിമിനലുകൾക്കും അറിയിച്ചു കൊടുക്കാനുള്ള അവസരം മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയണം.